വെൽക്കം ടു ഫ്രീ ട്യൂബ് ലേണർ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ യൂക്ലിഡ്സ് ഡിവിഷണൽ ലെമ്മ ആൻഡ് യൂക്ലിഡ്സ് അൽഗോരിതം നമ്മൾ പഠിച്ചു. ഇനി നമുക്ക് അതിൻ്റെ കുറച്ച് ആപ്ലിക്കേഷൻസ് നോക്കാം. ഈ യൂക്ലിഡ്സ് ഡിവിഷണൽ ലെമ്മ അല്ലെങ്കിൽ അൽഗോരിതം അതിനൊരുപാട് ആപ്ലിക്കേഷൻസ് ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് നമ്പേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ അതെങ്ങനെയാണെന്ന് എക്സാമ്പിൾസ് വെച്ച് നമുക്ക് സോൾവ് ചെയ്യാം. ടെക്സ്റ്റ് ബുക്കിൽ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നമുക്കിന്ന് സോൾവ് ചെയ്യാം. ബാക്കി എക്സാമ്പിൾസ് നമ്മൾ സോൾവ് ചെയ്യുന്നതാണ്. അതോടൊപ്പം തന്നെ എക്സസൈസ് 1.1 നമ്മളിന്ന് സോൾവ് ചെയ്യും. സോ ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. Show that every positive even integer is of the form 2q and that every positive odd integer is of the form 2q plus 1 where q is some integer. ഇതാണ് ഫസ്റ്റ് എക്സാമ്പിൾ. സോ ഇവിടെ നമ്മൾ let a be any positive integer and b equals 2 എന്ന് എടുക്കുവാണ്. a ഒരു പോസിറ്റീവ് ഇൻറ്റിജറും b 2 ആണെന്ന് എടുക്കുവാണ്. Now let us apply Euclid's algorithm, that is a equals to bq plus r q greater than or equal to 0 and 0 less than or equal to r less than 2 because b 2 ആണ്. സോ ആറിൻ്റെ വാല്യൂ 0ക്ക് ഈക്വൽ അല്ലെങ്കിൽ ഗ്രേറ്റർ ആയിരിക്കും, ലെസ് ദാൻ 2 ആയിരിക്കും ആറിൻ്റെ വാല്യൂ. ആൻഡ് ബി നമുക്ക് 2 എന്ന് അപ്ലൈ ചെയ്യാം. അപ്പം ബി 2 അപ്ലൈ ചെയ്ത് ആറിന് രണ്ട് വാല്യൂസാണുള്ളത്. ആർ ഈക്വൽസ് ടു 0യും ആകാം, ആർ ഈക്വൽസ് ടു 1ഉം ആകാം. ആർ 0 ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ചെയ്യുമെന്ന് നോക്കാം. എ ഈക്വൽസ് ടു ബി 2 ആകുമ്പോൾ 2q പ്ലസ് 0 ആണ്, അപ്പം 2q എന്ന് വരും. ഇനി ആർ 1 ആകുമ്പോൾ a is equal to 2q plus 1. സോ നമ്മളങ്ങനെ സ്റ്റേറ്റ് ചെയ്യുവാണ്. a equals to 2q for even number, even integers-ഉം a is equal to 2q plus 1 for odd integers-ഉം. കാരണം 2q divisible by 2 ആയതുകൊണ്ട് തന്നെ ഇതൊരു ഈവൻ നമ്പർ ആയിരിക്കും. ഒരു പോസിറ്റീവ് ഇൻറ്റിജർ ഈവനും ഓഡും ആവാമല്ലോ. ഈ പോസിറ്റീവ് ഇൻറ്റിജർ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്തേക്കുന്നത്. സോ ഇത് ഈവൻ ആയ സ്ഥിതിക്ക് ഇത് ഓഡാണ്. 2q plus 1 ഓഡാണ്. Let us see one more example. So the question is, show that every positive odd integer is of the form 4q plus 1 or 4q plus 3 where q is some integer. ഇവിടെ നമ്മൾ പോസിറ്റീവ് ഓഡ് ഇൻറ്റീജേഴ്സ് ആണ് 4q plus 1 അല്ലെങ്കിൽ 4q plus 3 എന്ന ഫോമിൽ വരുമെന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമുക്ക് ഒരു പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആണ് a എന്നെടുക്കാം. a പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആണ് ആൻഡ് b 4 എന്നെടുക്കാം. ഇനി നമുക്ക് യൂക്ലിഡ്സ് അൽഗോരിതം അപ്ലൈ ചെയ്യാം ബിറ്റ്വീൻ a ആൻഡ് b 4 എന്നുള്ള വാല്യൂ വെച്ചാണ് യൂക്ലിഡ്സ് അൽഗോരിതം അപ്ലൈ ചെയ്യുന്നത്. So we can write it as a equals to bq plus r ഫോമുലയിൽ എഴുതാം. q greater than or equal to 0 ആയിരിക്കും ആൻഡ് rൻ്റെ വാല്യൂ 0 less than or equal to r and less than 4 ആണ് because here we have taken b as 4. ഇനി rന് 4 ഓപ്ഷൻസ് ആണുള്ളത്, 4 വാല്യൂസ് ആണ് വരാൻ ചാൻസ് ഉള്ളത്. അത് നമുക്ക് റൈറ്റ് ഡൗൺ ചെയ്യാം. ആ സമയത്ത് a എന്താവും നോക്കാം. r 0 ആവാം, 1 ആവാം, 2 ആവാം, 3 ആവാം. അപ്പോൾ r 0 വരുമ്പം ഇക്വേഷൻ എങ്ങനെ മാറുമെന്ന് നോക്കാം. a is equal to b 4 ആണ്. സോ 4q when r equals to 0 and a equal to 4q plus 1 when r equals to 1. a equals to 4q plus 2 when r equals to 2. a equals to 4q plus 3 when r equals to 3. സോ ഇവിടെ നമ്മൾ ഓൾറെഡി പറഞ്ഞു a ഒരു പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ ആണെന്ന് പറഞ്ഞു. ഓഡ് ഇൻറ്റിജർ ആകുമ്പോൾ ഇറ്റ് ഈസ് നോട്ട് ഡിവിസിബിൾ ബൈ 2. ഇവിടെ 4q ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും ആൻഡ് 4q പ്ലസ് 2ഉം ഡിവിസിബിൾ ബൈ 2 ആയിരിക്കും. സോ ഇത് രണ്ടും നമ്മുടെ ഈ ഒരു പോസിറ്റീവ് ഓഡ് ഇൻറ്റിജർ എന്ന് പറയുന്ന ഒരു അസംഷന് മാച്ചിങ് അല്ല. അപ്പോൾ ഇത് രണ്ടും നമുക്ക് ഇഗ്നോർ ചെയ്യാം. Therefore we can write that any odd integer is of the form
4 cube plus 1 and 4 cube plus 3 എന്ന് നമുക്ക് എഴുതാൻ സാധിക്കും. ഇനി നമുക്ക് ഒരു എക്സാമ്പിൾ കൂടി നോക്കാം. So next question എന്ന് പറയുന്നത് a sweet seller has 420 kaju barfi and 130 badam barfi. She wants to stack them in such a way that each stack has the same number and they take up the least area of the tray. What is the number of that can be placed in each stack for this purpose? So ഒരു sweet seller 420 കാജു ബർഫിയും 130 ബദാം ബർഫിയും അടുക്കി വെക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ ദാറ്റ് ആ ട്രേയിൽ ലീസ്റ്റ് ഏരിയ എടുക്കാവൂ. സോ ലീസ്റ്റ് ഏരിയ എടുക്കണമെങ്കിൽ ആ ഒരു സ്റ്റാക്കിൽ മാക്സിമം നമ്പർ വെക്കണം. അപ്പോൾ അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാമെന്നുള്ളതാണ് ചോദ്യം. നമുക്ക് ഇങ്ങനത്തെ കൈൻഡ് ഓഫ് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്, ഇതിൽ HCF ആണോ LCM ആണോ കണ്ടുപിടിക്കേണ്ടതെന്ന് നമ്മൾ വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്യണം. അതെങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യാമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ ഈ ടോട്ടൽ നമ്പേഴ്സ്, അതായത് 420 ആൻഡ് 130യേക്കാളും എന്തുകൊണ്ടും കുറവായിരിക്കും ഒരു സ്റ്റാക്കിൽ വരുന്ന നമ്പേഴ്സ് എന്ന് പറയുന്നത്. സോ തന്നിരിക്കുന്ന നമ്പേഴ്സിനേക്കാളും ചെറിയ ഒരു വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് HCF ആയിരിക്കും. ഇനി ഒരു പക്ഷേ തന്നിരിക്കുന്ന നമ്പേഴ്സിനേക്കാളും വലിയൊരു വാല്യൂ ആണ് വരാൻ സാധ്യതയുള്ളതെങ്കിൽ അവിടെ നമ്മൾ LCM ആയിരിക്കും കണ്ടുപിടിക്കേണ്ടത്. നമ്മൾ LCM പഠിക്കുന്ന സമയത്ത് അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാവുന്നതാണ്. ഇപ്പം നമുക്കിത് നോക്കാം. ഇവിടെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്, ഹയസ്റ്റ് കോമൺ ഫാക്ടർ. അതായത് നമ്മൾ കണ്ടുപിടിക്കുന്ന ഒരു നമ്പർ ഈ രണ്ട് നമ്പറിനും ഡിവിസിബിൾ ആയിരിക്കും. അതായത് ഇതിനെ നമുക്ക് ആ നമ്പർ വെച്ച് കംപ്ലീറ്റ്ലി ഡിവൈഡ് ചെയ്യാൻ പറ്റും ഈ രണ്ട് നമ്പേഴ്സിനെയും. അതൊരു ഫാക്ടറാണ്. ഈ നമ്പേഴ്സിൻ്റെ ഒരു ഫാക്ടറിനെയാണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതാണ് HCF അല്ലെങ്കിൽ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്ന് പറയുന്നത്. നമുക്കിവിടെ നോക്കാം. നമുക്കിവിടെ 420 ആൻഡ് 130 ഇതിൻ്റെ ബിറ്റ്വീൻ നമുക്ക് യൂക്ലിഡ്സ് അൽഗോരിതം അപ്ലൈ ചെയ്യാം. സോ ഇവിടെ 420 ഈസ് ഗ്രേറ്റർ ദാൻ 130. ആൻഡ് യൂക്ലിഡ്സ് അൽഗോരിതം ഈസ് A is equal to B cube plus R. ഇവിടെ നമുക്ക് A 420യും B 130യും ആണ്. ഫസ്റ്റ് we will find out the Q and R. Three times 390 ആണ്. So remainder we will get it as 30. So it will be like 420 equals to 130 into 3 plus 30. Here the remainder R. R is not equal to 0. 30 ആണ്, അത് not equal to 0 ആണ്. So again we will apply the algorithm between this 130 and the 30. ഈ ഡിവൈസറും റിമൈൻഡറും തമ്മിൽ ഒരു യൂക്ലിഡ്സ് അൽഗോരിതം അപ്ലൈ ചെയ്ത് നമ്മൾ വീണ്ടും സ്റ്റെപ്പ് കണ്ടിന്യൂ ചെയ്യുവാണ്. സോ നമുക്കത് അതിൻ്റെ ക്യൂവും ആറും കാൽക്കുലേറ്റ് ചെയ്യാം. 130 and 30. 4 times 120, the balance is 10. So we can write it as 130 equals 30 into 4 plus 10. Again R not equal to 0 ആണ്. So again we can calculate the Q and R with 10 and 30. 3 times ആണ്. Here the remainder becomes 0. So we can write the equation like this. 30 equals to 10 into 3 plus 0. ഇവിടെ റിമൈൻഡർ 0 ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഇക്വേഷനിൽ ഡിവൈസർ ഏതാണോ അതാണ്
HCF എന്ന് പറയുന്നത്. Therefore HCF R 0 ആയതുകൊണ്ട് HCF of 420 and 130 is equal to 10. That is HCF of 420 and 130 is 10. അതുപോലെ തന്നെ നമുക്ക് ഈ ഓരോ സ്റ്റെപ്പിലും, അതായത് ഇവിടെ എന്ന് പറയുന്നത് 30യും 10ഉം ആണ്. 30യും 10ൻ്റെയും HCFും 10 ആണ്. 130യുടെയും 30യുടെയും HCF 10 ആണ്. 420 ആൻഡ് 130യുടെ HCFും 10 ആണ്. നമ്മുടെ ഈ പ്രീവിയസ് സ്റ്റെപ്സിൻ്റെ ഓരോന്നിൻ്റെയും HCFും ഈ പറയുന്ന 10 ആണ്. അപ്പോൾ നമുക്ക് ഫൈനലി ഇതിൻ്റെ കൺക്ലൂഷനിലെത്താം. അതായത് ഒരു സ്റ്റാക്കിൽ 10 എണ്ണം വെച്ച് നമുക്ക് അടുക്കുമ്പോൾ ലീസ്റ്റ് ഏരിയ കിട്ടുമെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റി. Let us now solve exercise 1.1. First question is to use Euclid's algorithm to find HCF of the given numbers. That is, the first one is 135 and 225. Here we know 225 is greater than 135. So we can write like this. 225 is equal to 135 into Q plus R. So let us find out the Q and R. 1 times 135, that is into 1 plus 90. So we get R not equal to 0. That is, we have to again apply Euclid's algorithm between the divisor and the remainder, that is 135 and 90. Let us do that. Let us find out the Q and R. So we can write it like this. 135 equals 90 into 1 plus 45. Again R not equal to 0. So we can again do the algorithm between this 45 and 90. We get 2 times 90. The remainder became 0 here. So we can write it like this. 90 equals to 45 into 2 plus 0. Since here R equals 0, we get the divisor, that is the 45 is the HCF of 135 and 225. R 0 ആവുന്ന ആ സ്റ്റെപ്പിലെ ഡിവൈസർ ഏതാണോ അതാണ് HCF of the above number എന്ന് പറയുന്നത്. Therefore HCF of 225 and 135 is 45. The next question എന്ന് പറയുന്നത് HCF of 196 and 38220. ഇതിൻ്റെ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ 38220 is greater than 196, that is 38,220 is greater than 196. So let us calculate the Q and R. Here we know 196 into 195 we get 38220. So it's completely divisible at 195. So we can write it like this. Here R became 0. Therefore HCF of these two numbers is 196. And the last one is find HCF of 867 and 255. Find HCF of 867 and 255.
Here 867 is greater than 255. Therefore, we will apply equation like this. 867 equals, find the Q and R. Eight 255 3 times ആണ് പോകുന്നത്. നമുക്ക് 765 കിട്ടും and balance will be 102. So we can write 867 equals to 255 into 3 plus 102. ഇവിടെ R 102 ആണ്. It's not equal to 0. Therefore, again we have to apply the Euclid's algorithm between 102 and 255. Let us calculate the Q and R that time. ഇവിടെ 102 times ആണ്. 204 കിട്ടും. Balance 51 വരും. So we can write the equation like this. 255 equals 102 into 2 plus 51. Again the remainder R is 51 and it is not equal to 0. So we can again apply the Euclid's algorithm between 102 and 51. So again we will calculate the Q and R. ഇവിടെ നമുക്കറിയാം 2 times ആണ്. 102 തന്നെ കിട്ടും. റിമൈൻഡർ 0 വന്നു കഴിഞ്ഞു. Hence we can write it like this. 102 equals 51 into 2 plus 0. Here the R became 0, which means the HCF is the divisor at that time, that is 51. Hence R equals to 0. HCF of 867 and 255 is 51. Let us go to the second question of exercise 1.1. So the second question is, show that any positive odd integer is of the form 6 cube plus 1 or 6 cube plus 3 or 6 cube plus 5 where q is some integer. ഈ ഇക്വേഷൻ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ഇതിനു മുന്നേ എക്സാമ്പിൾസിൽ ചെയ്തു. എ ഒരു പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആയിട്ട് അസ്യൂം ചെയ്തിട്ട് നമ്മൾ ബി എ 6 എന്ന് അസ്യൂം ചെയ്യാം. ഇവിടെ ലെറ്റ് എ ബി any positive odd integer let a be any positive odd integer and we assume b equal to 6. Then by Euclid's algorithm we can write it as a is equal to 6 cube plus r for q greater than or equal to 0 and 0 less than or equal to r less than 6, because ഇവിടെ b യുടെ വാല്യൂ 6 ആയതുകൊണ്ട്, which means നമുക്ക് r ന് 6 വാല്യൂസ് ആണ് പോസിബിൾ ആയിട്ടുള്ളത്. ദാറ്റ് ഈസ് 0 1 2 3 4 and 5. അപ്പോൾ ഈ r ന് ഓരോ വാല്യൂസ് കൊടുക്കുമ്പോഴും a യുടെ വാല്യൂ എന്താവും നമുക്ക് നോക്കാം. a equal to 6 cube when r equal to 0, a equals 6 cube plus 1 when r equals to 1, a equals to 6 cube plus 2 when r equals to 2, a equals 6 cube plus 3 when r equals to 3, a equals to 6 cube plus 4 when r equals to 4, and a equals to 6 cube plus 5 when r equals to 5. r 6 ആവില്ല because it is written as r is less than 6 ആണ്. So r 5. ഇത്രയും ഓപ്ഷൻസ് ആണുള്ളത്. ഇനി ഇതിൽ നമുക്ക് ഏതൊക്കെ പോസിബിൾ ആണെന്ന് നോക്കാം. a any പോസിറ്റീവ് ഓഡ് ഇൻറ്റീജർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ 6 ക്യൂബ് പ്ലസ് 2 ആൻഡ് 6 ക്യൂബ് പ്ലസ് 4നെ നമുക്ക് കൺസിഡർ ചെയ്യാൻ പറ്റില്ല. കാരണം ഓഡ് ഇൻറ്റീജർ ഒരിക്കലും ഡിവിസിബിൾ ബൈ 2 ആയിരിക്കില്ല. So we can ignore or eliminate these 3 options, which means any positive odd integer
can be of the form 6 cube plus 1, 6 cube plus 3 and 6 cube plus 5. That is, a positive odd integer can be of the form 6 cube plus 1, 6 cube plus 3 or 6 cube plus 5. Let us go to the third question. So, അടുത്ത മൂന്നാമത്തെ question എന്ന് പറയുന്നത്, an army contingent of 616 members is to march behind an army band of 32 members in a parade. The two groups are to march in the same number of columns. What is the maximum number of columns in which they can march? അതായത് ഒരു ആർമി കണ്ടിജൻറ്റ് 616 മെമ്പേഴ്സ് ആണുള്ളത്. അവർ ഒരു ബാൻഡ് 32 മെമ്പേഴ്സ് ഉള്ള ഒരു ബാൻഡിൻ്റെ പുറകെ പരേഡ് ചെയ്യുകയാണ്. ഈ രണ്ടാളുകൾക്കും സെയിം നമ്പർ ഓഫ് കോളംസിലാണ് മാർച്ച് ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ എത്ര കോളംസ്, മാക്സിമം നമ്പർ ഓഫ് കോളംസ് എത്ര നമുക്ക് പോസിബിൾ ആണെന്നുള്ളതാണ് ചോദ്യം. ഇവിടെ എഗെയിൻ നമുക്ക് ഈ രണ്ട് നമ്പേഴ്സിനേക്കാളും ഈക്വൽ അല്ലെങ്കിൽ അതിൽ കുറഞ്ഞ ഒരു നമ്പർ ആയിരിക്കും എന്തായാലും വരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൽ HCF ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ HCF ഓഫ് 616 and 32 ആണ് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്. Here 616 is greater than 32 and we apply Euclid's algorithm over this 616 and 32. Let us find out the Q and R. We get 19 times 32, that is 608. So which means the divisor or the remainder will be 8 and the divisor is 32 and Q is 19. So we can write the equation as 616 is equal to 32 into 19 plus 8. Here R equals to 8 and is not equal to 0. So again we have to apply the Euclid's algorithm between 8 and 32. So let us find out the new Q and R between 32 and 8. We know it's 4 times we get 32 and the remainder will become 0. Therefore we can write 32 equals 8 into 4 plus 0. Remainder 0 ആയി ആ സ്റ്റെപ്പിലെ ഡിവൈസർ ആണ് നമ്മുടെ HCF എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് 8 ആണ്. Therefore HCF of 616 and 32 equals to 8. അപ്പോൾ അവർക്ക് മാക്സിമം 8 കോളംസ്, ഓക്കെ, 8 കോളംസിൽ അവർക്ക് മാർച്ച് ചെയ്യാൻ പറ്റുമെന്ന് നമ്മൾ കണ്ടുപിടിച്ചു. Let us move on to the next question. The fourth question is, so the fourth question is, use Euclid's division lemma to show that the square of any positive integer is either of the form 3m or 3m plus 1 for some integer m. ഈ ഒരു ക്വസ്റ്റ്യൻ അതിലൊരു ഹിൻറ്റ് തന്നിട്ടുണ്ട്. അതായത് നമ്മൾ ലെറ്റ് എക്സ് ബി എനി പോസിറ്റീവ് ഇൻറ്റീജർ ദെൻ ഇറ്റ് ഈസ് ഓഫ് ദ ഫോം 3q, 3q plus 1 or 3q plus 2. Now square each of these and show that they can be rewritten in the form of 3m, 3m plus 1 എന്നാണ് ഹിൻറ്റ് തന്നിട്ടുള്ളത്. അതായത് നമ്മൾ എക്സിനെ നമ്മൾ ഒരു പോസിറ്റീവ് ഇൻറ്റീജറായിട്ട് എടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ബി എന്ന് പറയുന്നത് നമ്മൾ 3 എഴുതും. 3 എഴുതി കഴിഞ്ഞാൽ നമുക്കറിയാം x is equal to bq plus r എന്നുള്ള ഫോമാണ്. b 3 ആണ്. അപ്പം x is equal to 3q plus r എന്ന ഫോമിൽ വരും. 3q plus rൽ rന് 3 ഓപ്ഷൻസ് ആണുള്ളത്, 0 and 1 and 2. കാരണം b 3 ആയതുകൊണ്ട്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? x is equal to 3q എന്ന് വരും, 3q plus 1 എന്ന് വരും, 3q plus 2 എന്ന് വരും. ഇനി ഈ ഓരോ ഓപ്ഷൻസിനെ നമ്മൾ സ്ക്വയർ ചെയ്തിട്ട് ഫൈനലി നമുക്ക് ഈ ഒരു പ്രൂഫ് നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ സ്റ്റെപ്പ് എങ്ങനെയാണെന്ന് നോക്കാം. നമ്മൾ ഫസ്റ്റ് എക്സിനെ ഒരു പോസിറ്റീവ് ഇൻറ്റീജറായിട്ട് കൺസിഡർ ചെയ്യുകയാണ്. And we also assume b equals to 3. Then we can write that 0 less than or equal to r less than
3 ആണ്. ബിയുടെ വാല്യൂ 3 ആയതുകൊണ്ട് ആറിന് 3 ഓപ്ഷൻസ് ആണുള്ളത്. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 3q. ഇവിടെ q ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 ആണ്. സോ എക്സ് ഇസ് ഈക്വൽ ടു 3q വരാം. എക്സ് ഇസ് ഈക്വൽ ടു 3q പ്ലസ് 1 വരാം. എക്സ് ഇസ് ഈക്വൽ ടു 3q പ്ലസ് 2 വരാം. ഇത് എക്സിൻ്റെ ആറിൻ്റെ വാല്യൂ 0 ആകുമ്പം എക്സ് ഇസ് ഈക്വൽ ടു 3q ആവും. ആറിൻ്റെ വാല്യൂ 1 ആകുമ്പം എക്സ് ഇസ് ഈക്വൽ ടു 3q പ്ലസ് 1 ആവും. ആറിൻ്റെ വാല്യൂ 2 ആകുമ്പോൾ എക്സ് ഇസ് ഈക്വൽ ടു 3q പ്ലസ് 2 ആവും. 6 3യേക്കാൾ ചെറുതായതുകൊണ്ട് ഇത്രയും ഓപ്ഷൻസ് ആണ് നമുക്കുള്ളത്, ഈ 3 ഓപ്ഷൻസ്. ഇനി നമ്മൾ ഇതിനെ സ്ക്വയർ ചെയ്യുകയാണ്. സ്ക്വയർ ചെയ്തിട്ട് എഴുതാം. ഓരോ കേസസിനെ നമുക്ക് സ്ക്വയർ ചെയ്യാം. അപ്പോൾ ഇതിനെ കേസ് 1 എന്നും ഇതിനെ നമ്മൾ കേസ് 2 എന്നും ഇതിനെ നമ്മൾ കേസ് 3 എന്നും റെപ്രസെൻറ്റേറ്റ് ചെയ്യാം. എന്നിട്ട് ഇനി നമുക്കിതിനെ ഓരോ കേസസിനെയും സ്ക്വയർ ചെയ്യാം. അപ്പോൾ നമ്മൾ കേസ് 1 സ്ക്വയർ ചെയ്യുകയാണ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. We get x square is equal to 3q the whole square, which we get 9q square എന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇതിനെ ഒരു 3m ഫോമിലോട്ടാണ് നമുക്ക് മാറ്റേണ്ടത്. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം. 9q സ്ക്വയറിനെ 3 × 3q സ്ക്വയർ എന്ന് എഴുതാം. എന്നിട്ട് നമുക്ക് എഴുതാം 3q സ്ക്വയർ m ആണ് എന്ന് കൺസിഡർ ചെയ്യാം. m ഫോർ സം ഇൻറ്റിജർ m. സോ എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3m എന്ന ഫോമിൽ നമുക്ക് എഴുതാൻ പറ്റി. ഇവിടെ 3q സ്ക്വയറിനെ m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താണ് ഈ ഫോമിൽ എത്തിയത്. സോ ഇവിടെ നമ്മൾ ഫസ്റ്റ് കേസ് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് സെക്കൻഡ് കേസും തേർഡ് കേസും നോക്കാം. സെക്കൻഡ് കേസിൽ എക്സ് ഇസ് ഈക്വൽ ടു 3q പ്ലസ് 1 ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്യാം. സോ കേസ് 2 ചെയ്യുവാണ്. എക്സ് ഇസ് ഈക്വൽ ടു 3q പ്ലസ് 1 ആണ്. ഇതിനെ നമ്മൾ സ്ക്വയർ ചെയ്യാണ്. സ്ക്വയറിങ് ബോത്ത് സൈഡ്സ്. എക്സ് സ്ക്വയർ ഈക്വൽസ് ടു 3q പ്ലസ് 1 ദ ഹോൾ സ്ക്വയർ. നമുക്കറിയാം a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab എന്നാണ് ഫോർമുല. അതിവിടെ ഞാൻ എഴുതിയേക്കാം. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്. അപ്പോൾ അത് നമ്മളിവിടെ അപ്ലൈ ചെയ്യും. സോ വി ഗെറ്റ് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3q ദ ഹോൾ സ്ക്വയർ. ഓക്കെ, അപ്പം നമുക്ക് 9q സ്ക്വയർ എന്ന് വരും. പ്ലസ് 1ൻ്റെ സ്ക്വയർ, 1 സ്ക്വയർ ഈസ് 1 തന്നെയാണ്. 2ab ദറ്റ് ഈസ് 2 × 3q × 1 ആണ്. വി ഗെറ്റ് 9q സ്ക്വയർ പ്ലസ് 1 പ്ലസ് 6q എന്ന് കിട്ടി. ഇതിനെ നമുക്ക് ഇവിടെ 3 സെപ്പറേറ്റ് എടുത്ത് ഈ 3m പ്ലസ് 1 എന്നുള്ള ഫോമിലാക്കാൻ പറ്റുമെന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കോമൺ ഫാക്ടർ 3 നമ്മൾ എടുക്കുവാണ്. എവിടെയൊക്കെ എടുക്കാൻ പറ്റും? 3q സ്ക്വയർ പ്ലസ് 2q എന്ന് എഴുതാൻ പറ്റും അല്ലേ? പ്ലസ് 1. അപ്പം 3 × 3 9q സ്ക്വയർ പ്ലസ് 6q പ്ലസ് 1 എന്നുള്ള ഫോമിൽ നമ്മൾ എഴുതി. ഇനി നമ്മൾ ഈ 3q സ്ക്വയർ പ്ലസ് 2qനെ m എന്നുള്ള വാല്യൂ കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 3m പ്ലസ് 1 എന്നുള്ള ഫോമിൽ കിട്ടും. ദാറ്റ് ഈസ് 3q സ്ക്വയർ പ്ലസ് 2q as m. So we get x square is equal to 3m plus 1. So നമ്മൾ സെക്കൻഡ് കേസും എക്സ് സ്ക്വയറിനെ 3m പ്ലസ് 1 എന്നുള്ള ഫോമിൽ നമ്മൾ കാണിച്ചു. ഇനി നമുക്ക് തേർഡ് കേസിലോട്ട് പോവാം. തേർഡ് കേസ് നമുക്കറിയാം എക്സ് ഇസ് ഈക്വൽ ടു 3q പ്ലസ് 2 ആണ്. അതിനെ നമുക്കൊന്ന് സ്ക്വയർ ചെയ്യാം ഇനി. സോ കേസ് 3 ഈസ് എക്സ് ഇസ് ഈക്വൽ ടു 3q പ്ലസ് 2 ആണ്. ഇതിനെ നമുക്ക് സ്ക്വയർ ചെയ്യാം. സ്ക്വയർ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് ഓൾറെഡി ഫോർമുല പറഞ്ഞു. a പ്ലസ് ബി ദ ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു a സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ പ്ലസ് 2ab ആണ്.
So we can write x square is equal to 3q the whole square plus 2 square plus 2 into 3q into 2. We can write it as 9q square plus 4 plus 3 into 2 6 into 2 12 q എന്ന് കിട്ടും. സോ ഈ ഇക്വേഷന് നമുക്ക് 3m അല്ലെങ്കിൽ 3m പ്ലസ് 1 എന്നുള്ള ഫോമിൽ എഴുതണം. നമുക്കിവിടെ 4ൽ നിന്നും 1 എടുത്തു കഴിഞ്ഞാൽ ഇതിനെ 3 ഫാക്ടേഴ്സും 3 കൊണ്ട് ഡിവിസിബിൾ ആവും. 3 നമുക്ക് കോമൺ ഫാക്ടറായിട്ട് എടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് അങ്ങനെ ഒന്ന് റീറൈറ്റ് ചെയ്ത് കൊടുക്കാം ഇക്വേഷൻ. 9q സ്ക്വയർ പ്ലസ് 12q പ്ലസ് 3 പ്ലസ് 1, അതായത് 4നെ 3 പ്ലസ് 1 എന്ന് എഴുതി. ഇനി നമുക്ക് ഈ 3ൽ നിന്നും 3 നമുക്ക് കോമൺ ഫാക്ടറായിട്ട് പുറത്തെടുക്കാം. ദാറ്റ് ഈസ് 3 ഇൻറ്റു 3q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 1 പ്ലസ് ഈ 1 അതുപോലെ എഴുതി നമ്മൾ. അപ്പോൾ ഇതിനെ ഒരു 3m പ്ലസ് 1 എന്നുള്ള ഫോമിൽ നമ്മൾ ആക്കിയില്ലേ. അപ്പോൾ എമ്മിന് നമുക്ക് ഈ 3q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 1 എന്നുള്ള ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതി. m 3q സ്ക്വയർ പ്ലസ് 4q പ്ലസ് 1 ആണെങ്കിൽ x സ്ക്വയർ ബിക്കം 3m പ്ലസ് 1. സോ let us substitute that. That is, we get x square is equal to 3m plus 1. So നമ്മൾ എന്താണ് പ്രൂവ് ചെയ്തത്? ഈ 3 കേസസിലും നമ്മൾ പ്രൂവ് ചെയ്തു എക്സ് സ്ക്വയർ, അതായത് ഒരു പോസിറ്റീവ് ഇൻറ്റീജറിൻ്റെ സ്ക്വയർ എന്ന് പറയുന്നത് 3m അല്ലെങ്കിൽ 3m പ്ലസ് 1 എന്നുള്ള ഫോമിലാണെന്ന് നമ്മൾ പ്രൂവ് ചെയ്തു. That is, from above 3 equations we can say that the square of any positive integer is either of the form 3m or 3m plus 1 for some integer m. Let us solve the fifth and final question of exercise 1.1. So the fifth question is, use Euclid's division lemma to show that the cube of any positive integer is of the form 9m, 9m plus 1 or 9m plus 8. ഇവിടെ നമ്മൾ മുമ്പത്തെ ക്വസ്റ്റ്യനിൽ ചെയ്ത പോലെ തന്നെ ഒരു x ഒരു പോസിറ്റീവ് ഇൻറ്റീജർ ആണെന്നും b എന്ന് പറയുന്നത് 3 എന്നും എടുക്കും. എന്നിട്ട് നമ്മൾ യൂക്ലിഡ്സ് ഡിവിഷൻ ലെമ്മ അപ്ലൈ ചെയ്തിട്ട് a is equal to bq ഫോം എഴുതി. അങ്ങനെ x is equal to 3q പ്ലസ് r എന്നുള്ള ഫോമിൽ എഴുതും. rന് 3 ഓപ്ഷൻ ഉണ്ട്, 0, 1 and 2. അങ്ങനെ നമ്മൾ ആ 3 ഇക്വേഷൻസ് എഴുതി, 3 കേസസ് എഴുതി നമ്മൾ അതിനെ ക്യൂബ് ചെയ്താണ് ഈ പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അതായത് മുമ്പ് നേരത്തെ സ്ക്വയർ ചെയ്ത പോലെ തന്നെ ഇവിടെ നമ്മൾ ക്യൂബ് ചെയ്യുന്നു എന്നുള്ള ഒരൊറ്റ ഡിഫറൻസ് ആണുള്ളത്. അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് ലെറ്റ് us കൺസിഡർ So we have considered x be any positive integer and b equals to 3 for some integer q greater than or equal to 0 and r is 0 less than or equal to r less than 3. r nappo 3 options aanullathu. So let us note down as x is equal to 3q when r equal to 0, x is equal to 3q plus 1 when r equal to 1 and x is equal to 3q plus 2 when r equals to 2. അപ്പോൾ 3 ഓപ്ഷൻസും കിട്ടി, 3 എക്സ് വാല്യൂവും കിട്ടി. അപ്പോൾ ഇതിനെ കേസ് 1, കേസ് 2, കേസ് 3 ആയിട്ട് എടുത്തിട്ട് നമുക്കിതിനെ ക്യൂബ് ചെയ്യണം. സോ ദിസ് ഈസ് കേസ് 1, ദിസ് ഈസ് കേസ് 2 ആൻഡ് ദിസ് ഈസ് കേസ് 3. നൗ ലെറ്റ് us ഇതിൻ്റെ ക്യൂബ് എടുക്കാം. എക്സ് ക്യൂബിനെ കാണാം ഓരോ കേസസിലും. ഓക്കെ, ഫസ്റ്റ് വൺ ചെയ്യാം. കേസ് 1, എക്സ് ക്യൂബ് എന്ന് പറയുന്നത് 3q ദ ഹോൾ ക്യൂബ് ആണ്. നമുക്കറിയാം 3 ക്യൂബ് എന്ന് പറയുന്നത് 27 ആണ്. സോ വി വിൽ ഗെറ്റ് us 27q ക്യൂബ് എന്ന് കിട്ടും. സോ എക്സ് ക്യൂബ് ഇസ് ഈക്വൽ ടു 27q ക്യൂബ് എന്ന് കിട്ടി. നമുക്ക് 9m പ്ലസ് 1 ഓർ 9m പ്ലസ് 8 എന്നുള്ള ഫോമിലാണ് എഴുതേണ്ടത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിനെ ഒരു 9m ഫോമിലാക്കാൻ പറ്റുമോ എന്ന് നോക്കണം. നമുക്കറിയാം 27ൽ നിന്ന് 9 നമുക്ക് എടുക്കാൻ പറ്റും. 9 ഫാക്ടറായിട്ട് എടുത്തു കഴിഞ്ഞാൽ 3q ക്യൂബ് വരും. വി ക്യാൻ റൈറ്റ് ഇറ്റ് as 9 into 3
q cube. Now let us substitute 3q cube as m. Okay. So നമ്മൾ 3q cube m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുവാണ്. അപ്പം we can write it as x cube is equal to 9m എന്ന് കിട്ടി. This is equation 1. ഓക്കെ. ഇനി നമുക്ക് കേസ് 2ഉം കേസ് 3യും കൂടെ നോക്കാനുണ്ട്. അപ്പം കേസ് 2 എന്ന് പറയുന്നത് 3q plus 1 ആണ്. x is equal to 3q plus 1. അപ്പോൾ ഇതിനെ നമുക്ക് ക്യൂബ് ചെയ്യാം ഇനി. സോ കേസ് 2 എന്ന് പറയുന്നത് x is equal to 3q plus 1 ആണ്. a plus b the whole cube. അപ്പോൾ നമുക്ക് അതിൻ്റെ ഫോർമുല ഒന്ന് എഴുതാം ഇവിടെ. a plus b the whole cube is equal to a cube plus b cube plus 3 into ab into a plus b. ഇതാണ് ഫോർമുല. ഇത് അല്ലാതെ നമുക്ക് പറയാം a cube plus b cube plus 3a square b plus 3ab square എന്നും പറയും. രണ്ടാണെങ്കിലും സെയിം ആണ്. ഓക്കെ. അപ്പോൾ നമുക്ക് ഈ ഒരു ഫോർമുല അപ്ലൈ ചെയ്ത് x is equal to 3q plus 1നെ നമുക്ക് ക്യൂബ് കണ്ടെത്താം. So let us do that. X cube is equal to 3 cube the whole cube plus 1 cube plus 3 into a into b ആണ്. a എന്ന് വെച്ചാൽ 3q ആണ്. into b എന്ന് വെച്ചാൽ 1 ആണ്. whole into a plus b, that is 3q plus 1. ഇതാണ് x cube. നമുക്കിനി ഇത് കുറച്ചുകൂടെ ഇതായിട്ട് എഴുതാം. 27q cube plus 1 plus 3 into 3 9 ആണ്. 9 into 1 1 തന്നെയാണ്. 9q into 3q plus 1. again നമുക്കിത് എക്സ്പാൻഡ് ചെയ്യാം. സോറി 27q cube plus 1 plus 9 to 3 again 27q square കിട്ടും plus 9q. that is 9q into 3q 27q square, 9q into 1 9q. So we got x cube is equal to 27q cube plus 1 plus 27q square plus 9q എന്നുള്ള ഫോർമുല കിട്ടി. നമ്മൾ ഈ ഇക്വേഷൻ എക്സ്പാൻഡ് ചെയ്താണ് ഈ ഒരു ഫോർമുല എത്തിയത്. ഇതിന് നമുക്ക് 9m plus 1 അല്ലെങ്കിൽ 9m plus 8 എന്നുള്ളൊരു ഫോർമുല ആക്കാൻ പറ്റുമോ എന്ന് നോക്കാം. ഇവിടെ 1 ഉള്ളത് കൊണ്ട് നമുക്കിതിനെ 9m plus 1 എന്നുള്ള ഫോർമുല ആക്കാൻ പറ്റും. അപ്പോൾ അതിന് നമുക്ക് ബാക്കി എല്ലാ ഫാക്ടേഴ്സിൽ നിന്നും 9 കോമൺ ആയിട്ട് വെളിയിലെടുക്കാം. 9 കോമൺ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ 27 എന്ന് പറയുന്നത് 3 into 9 ആണ്. സോ 3q cube എന്ന് കിട്ടും. പ്ലസ് ഇതിൽ 9 പോയി കഴിഞ്ഞാൽ വീണ്ടും 3q square എന്ന് വരും. പ്ലസ് ഇതിൽ 9 പോയി കഴിഞ്ഞാൽ q മാത്രം. പ്ലസ് ദിസ് 1. സോ നമ്മൾ ഇതിനെ m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 9m plus 1 എന്നുള്ള ഫോർമുല ആവും. That means let us substitute this. Substituting 3q cube plus 3q square plus q as m. Then we can write x cube is equal to 9m plus 1. This is equation 2. So first equation നമ്മൾ 9m എന്ന് പ്രൂവ് ചെയ്തു. സെക്കൻഡ് ഇക്വേഷൻ 9m plus 1 എന്ന് പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് കേസ് 3 നോക്കാം. കേസ് 3 x is equal to 3q plus 2 ആണ്. അതിന് നമുക്ക് ക്യൂബ് ചെയ്യാം ഇനി. സോ കേസ് 3 എന്ന് പറയുമ്പോൾ x is equal to 3q plus 2 ആണ്. ഇതിനെ നമുക്ക് ക്യൂബ് ചെയ്യുവാണ്. x ക്യൂബ് എന്ന് പറയുമ്പോൾ 3q the whole cube plus 2 cube plus 3 into 3q into 2, അതായത് 3ab ആണ് നമ്മൾ ചെയ്തത്, into a plus b ആണ്. അപ്പം 3q plus 2. Let us expand this equation. 27q cube plus ഇത് 2 cube എന്ന് പറയുന്നത് 8 ആണ്. plus 9 into 2 18 q into 3q plus 2. ഇതിനെ വീണ്ടും നമുക്ക് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ 27q cube plus 8 plus 18q into 3q. 18q into 3q is 54q square plus 18q into
2 that is 36Q എന്ന് നമുക്ക് കിട്ടി. സോ ഇതിനെ നമുക്ക് 9m + 8 എന്നുള്ള ഫോമുല ആക്കാൻ പറ്റും. കാരണം ഇത് 8 ആണ്. ബാക്കി ഈ ഒരു 3 ടേംസിൽ നിന്നും 9 നമുക്ക് കോമൺ ആയിട്ട് പുറത്തെടുക്കാനും പറ്റും. അപ്പോൾ അങ്ങനെ നമുക്ക് എഴുതാം x³ = 9 × 3Q³ പ്ലസ് ഇനി 54 നിന്ന് 9 എടുത്തു കഴിഞ്ഞാൽ 6 ആണ് വരുന്നത്. 6Q² പ്ലസ് 36 നിന്ന് 9 പോയി കഴിഞ്ഞാൽ 4Q വരും പ്ലസ് 8. ഇനി എന്ത് ചെയ്യണം? ഇതിനെ നമ്മൾ m എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് 9m + 8 എന്നുള്ള ഫോമിൽ ആയി കഴിഞ്ഞു. സോ സബ്സ്റ്റിറ്റ്യൂട്ട് 6Q² പ്ലസ് 4Q as m, we get x³ = 9m + 8. This became equation 3. Therefore, from all these cases, all the above 3 equations, it is proved that the cube of any positive integer is of the form 9m, 9m + 1 or 9m + 8. So hence proved. അങ്ങനെ നമ്മൾ എക്സസൈസ് 1.1 ഫിനിഷ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അടുത്ത ടോപ്പിക് എന്ന് പറയുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് ആണ്. അതിന് മുന്നേ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കുറച്ച് അഡീഷണൽ ക്വസ്റ്റ്യൻസ് ഇട്ടിട്ടുണ്ട്. അഡീഷണൽ ക്വസ്റ്റ്യൻസ് എപ്പോഴും നിങ്ങൾ സോൾവ് ചെയ്യണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്സ് എന്ന് പറയുന്നത് നമുക്കൊരിക്കലും കാണാപ്പാഠം പഠിക്കാവുന്ന ഒരു സബ്ജക്റ്റ് അല്ല. കൺസെപ്റ്റ് മനസ്സിലാക്കി മാക്സിമം ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമ്പോഴാണ് നമ്മൾ മാത്സിൽ തറവാകുന്നത്. അതുകൊണ്ട് തന്നെ എത്ര ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുമോ നമ്മൾ അത്രയും എക്സ്പേർട്ടായി മാറും. നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ല, മൂഡില്ല എന്നുള്ളൊരു ടൈമിൽ നമ്മൾ ഒരിക്കലും മാത്സ് പഠിക്കാനിരിക്കരുത്. കാരണം നമ്മൾ ഇൻട്രസ്റ്റോടു കൂടി പ്രോബ്ലംസ് സോൾവ് ചെയ്തതിൻ്റെ സൊല്യൂഷൻ കിട്ടിയാൽ മാത്രമേ മാത്സ് നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും അഡീഷണൽ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യണം.